വീണ്ടും US പ്രസിഡന്റ് ട്രംപ് നിലപാട് മാറ്റി. റഷ്യയെ ഒപ്പം കൂട്ടാൻ നോക്കിയതാണ്, എന്നാൽ വിജയിച്ചില്ല. ഇപ്പോഴിതാ ട്രംപ് യുക്രൈന് ആയുധങ്ങൾ നൽകാനൊരുങ്ങുന്നു. എന്താണ് ട്രംപിൻ്റെ യഥാർത്ഥ ലക്ഷ്യം? റഷ്യൻ പ്രസിഡന്റ് പുടിനെ ഒരു പാഠം പഠിപ്പിക്കണം. വെടിനിർത്തൽ, സമാധാനം എന്നൊക്കെ പറഞ്ഞിറങ്ങിയതാണ് ട്രംപ്. എന്നാൽ പുടിൻ അടുത്തില്ല. ഇതോടെയാണ് ട്രംപ് നിലപാടിൽ മാറ്റം വരുത്തിയത്. റഷ്യ യുക്രൈൻ യുദ്ധം മണിക്കൂറുകൾക്കുള്ളിൽ അവസാനിപ്പിക്കും എന്നൊക്കെ വീമ്പിളക്കിയാണ് ട്രംപ് അധികാരത്തിൽ വന്നത്. എന്നാൽ സംഭവിച്ചതോ? യുക്രൈനെ മുൾമുനയിൽ നിർത്തുകയാണ് പുടിൻ. സമാധാനം പോയിട്ട് വെടിനിർത്തൽ പോലും നടപ്പിലാക്കാൻ ട്രംപിന് കഴിഞ്ഞില്ല. US സൈന്യം ഉപയോഗിക്കുന്ന അത്യാധുനിക ക്രൂയിസ് മിസൈലുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ യുക്രൈന് നൽകാനാണ് ഇപ്പോൾ ട്രംപിൻ്റെ പദ്ധതി. ഈ മാരക പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ നാറ്റോ സഖ്യകക്ഷികൾ വഴി യുക്രൈനിലേക്ക് എത്തും. യുദ്ധത്തിൽ യുക്രൈന് ഇത് കരുത്തേകും. പുടിനെ സമാധാന ചർച്ചകളിലേക്ക് കൊണ്ടുവരാൻ ഇതിലൂടെ കഴിയുമെന്നാണ് ട്രംപ് കണക്കുകൂട്ടുന്നത്. തിങ്കളാഴ്ച ട്രംപ് പുടിനൊരു കർക്കശമായ മുന്നറിയിപ്പ് നൽകി. യുക്രൈനുമായി ചർച്ചയ്ക്ക് തയ്യാറാകൂ, അല്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. ട്രംപ് പ്രഖ്യാപിച്ചു, യുക്രൈന് അടിയന്തരമായി ആവശ്യമുള്ള പാട്രിയറ്റ് സിസ്റ്റങ്ങൾ ഞങ്ങൾ അവർക്ക് നൽകും. പുടിൻ പകൽ സമയത്ത് മധുരമായി സംസാരിക്കും, പക്ഷേ അദ്ദേഹം രാത്രിയാകുമ്പോൾ എല്ലാവരുടെയും മേൽ ബോംബ് വർഷിക്കുന്നു. ഇത് ശരിയല്ല, എനിക്കത് ഇഷ്ടമല്ല, ട്രംപ് തുറന്നടിച്ചു. ഈ ആയുധക്കൂട്ടത്തിൽ അമേരിക്കയുടെ ജോയിൻറ്റ് എയർ ടു സർഫസ് സ്റ്റാൻഡ് ഓഫ് മിസൈലുകൾ ഉൾപ്പെട്ടേക്കാമെന്നാണ് റിപ്പോർട്ട്. ലോക്ഹീഡ് മാറ്റി നിർമ്മിച്ച ഈ മിസൈലുകൾ അത്യന്തം മാരക പ്രഹരശേഷിയുള്ളതാണ്. മിലിറ്ററി വാച്ച് എന്ന വെബ്സൈറ്റ് പറയുന്നത് 230 മൈൽ ദൂരപരിധിയുള്ള ഈ മിസൈലുകൾ 450 കിലോഗ്രാം വാർഹെഡ് വഹിക്കുന്നു. റഡാറിനെ വെട്ടിച്ച് താഴ്ന്ന ഉയരത്തിൽ പറക്കാനുള്ള അവയുടെ കഴിവ് അവയെ അത്യന്തം അപകടകാരികളാക്കുന്നു. ഈ മിസൈലുകൾ യുക്രൈന് ലഭിച്ചാൽ അത് അവർക്ക് യുദ്ധത്തിൽ മേൽക്കൈ നൽകും. നിലവിൽ യുക്രൈൻ്റെ ആയുധശേഖരത്തിൽ ആംഗ്ലോ ഫ്രഞ്ച് സ്റ്റോം ഷാഡോ മിസൈലുകൾ മാത്രമാണുള്ളത്. അതിൻ്റെ ദൂരപരിധി വെറും 155 മൈൽ മാത്രമാണ്. JASSM മിസൈലുകളുടെ വിപുലമായ ദൂരപരിധി കാരണം യുക്രൈൻ അതിർത്തിയിൽ നിന്ന് 30 റഷ്യൻ വ്യോമതാവളങ്ങൾ വരെ ആക്രമിക്കാൻ കഴിയും. ഈ മിസൈലുകൾ യുക്രൈൻ്റെ പൈലറ്റുമാർക്ക് റഷ്യൻ വ്യോമപരിധിക്കടുത്തേക്ക് എത്താനും നിർണായക ലക്ഷ്യങ്ങൾ തകർക്കാനും കൂടുതൽ ധൈര്യം നൽകും. US-ൻ്റെ ഈ ശക്തമായ പിന്തുണ യുദ്ധത്തിൻ്റെ ഗതി മാറ്റിമറിച്ചേക്കാമെന്നാണ് വിദഗ്ധർ പറയുന്നത്. യുക്രൈനെ ശക്തമായ പോരാട്ടം നടത്താനും റഷ്യയ്ക്ക് ശക്തമായ മറുപടി നൽകാനും കഴിയും. ഇതിലൂടെ ട്രംപ് ലക്ഷ്യമിടുന്നത് പുടിനെതിരായ പ്രതികാര നടപടിയാണ്.